ഹലോ ഗൈസ്, എൻ്റെ ഇനി രാവിലെ എണീക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെയാണ്. എൻ്റെ വീട്ടിൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. സോ എൻ്റെ ബെഡ്റൂം ഇത്രയേ കാണത്തുള്ളൂ, ഈ കാണുന്ന ബെഡ്റൂമേ കാണത്തുള്ളൂ. ജനലിൻ്റെ സൈഡിൽ നിന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോഴേ ഇനിയിപ്പോൾ എന്തായാലും മെയിൻ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. എൻ്റെ അനിയത്തി എന്തായാലും പല്ല് കഴിച്ചാ? നീ പല്ല് കഴിച്ചാ? ഫുഡ് കഴിച്ചാ? പാലുടിച്ച്. ഇവിടുത്തെ മെയിൻ ഷാപ്പാടിയാണ്, എന്നാലും പാവമാണ് അല്ലേ? നീ പാവമല്ലേ? ഞാൻ ഭയങ്കര. നീ പാവമാണല്ലേ? ആ ആ ഓക്കെ. ഞാൻ ഇനി വെളിയോട്ട് ഇറങ്ങട്ടാ. കൈവിട്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റും. ആ രാവിലെ രാവിലെ സന്തോഷം. ഇവിടെ ഒരു എമ്മണ്. നീയാ പറയണ? നീ ആര് വീട്ടിലെ? റെയിനുവിന്റെ പൂച്ച കാണിച്ച. റെയിനു, ഈ പൂച്ചയുടെ പേരെന്താ? റെയിനു, ആ പോണ പൂച്ചയുടെ പേരെന്താ? റെയിനു കറക്റ്റ് ആയിട്ടുള്ള പേര് പറ. എന്റെ പേര് പറയണം, പട്ടിക്കും പൂച്ചയും. പേരെന്താ ഈ പൂച്ചേരാ? ക്യാബി ഫാത്തിമേ. ക്യാബി ഫാത്തിമ മൂലം തിരിഞ്ഞിരിക്കുകയാണല്ലേ. എന്താണ് ഇതാണ് ക്യാബി ഫാത്തിമ. പിന്നെ ഇതേപോലത്തെ ഒരു ക്യാബി ഫാത്തിമയെ കാണത്തുള്ളൂ. ആ റെയിനു ഇറങ്ങിയിട്ടുണ്ട്. റെയിനു ഇവിടുത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരും. റെയിനു, ഇവിടുത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ നീ പറഞ്ഞാൽ. ആ റെയിനുവിന്റെ കടയാണ് ആ മടലും കോലും. കണ്ട്, ഇതാണ് റെയിനുവിന്റെ കട. അയക്കുന്ന ചാക്കും മടലുമാണ് റെയിനുവിന്റെ കട എന്ന് പറയുന്നത്. ഇതാണ് നിന്റെ കട? ആരെടുത്ത്? റെന്റ് എടുത്താ? അശമേ? അതാര്? നീ പോയാന്ന്. മോമിയും അശമയും ഇത് ആര്? ഇത് മന്ത്രവാദിയോ? ആ അടിപൊളി പേര്, അടിപൊളി അടിപൊളി. ഇതാണ് ഗൈസ് എൻ്റെ വീട്ടിലെ അടുപ്പ്. ഇന്നിപ്പോൾ കാലാവസ്ഥ മോശമായതുകൊണ്ട് കണ്ട ഒരു ചെറിയൊരു മഴക്കോളുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് നല്ല വെയിലായിരിക്കും. എനിക്ക് കുറച്ച് കല്ലുണ്ട്, ആ കല്ല് കാണണോ? ഓ, കല്ലോടെ? അവിടെ കാലാവസ്ഥയൊന്നും അത്ര നല്ലതൊന്നും അല്ല ഗൈസ്. ഒരു മീഡിയം കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് മിക്കവാറും അകത്തുള്ള അടുപ്പിലായി തീ കത്തിക്കുന്നത്. ഇന്നലെ വീട്ടുപണിക്കായിട്ട് കുറച്ച് എൻ്റെ എല്ലാം മാമയുടെ വീട്ടിൻ്റെ ചെറിയ പണിക്കായിട്ട് മണൽ ഇവിടെ നിന്ന് വാരിക്കൊണ്ടുപോയി. ആമാര മണലാണ്. ഇതാണ് റെയിനുവിന്റെ മയിൽ വാഹനം. നോക്കട്ടെ, കല്ല് നോക്കട്ടെ, നോക്കട്ടെ. ഇത് റോട്ടിൽ നിന്ന് കിട്ടിയേ? ആ, ഇതാ റെയിനുവിന്റെ മുത്ത് കേട്ടോ. ഇത് കൊള്ളാം കേട്ടാ. നോക്കട്ടെ, കച്ചി നോക്കട്ടെ. ഇത് ആര് തന്ന റെയിനു? അത് നിനക്ക് റോട്ടിൽ നിന്ന് കിട്ടിയൊന്നുമല്ല. നിനക്ക് ആരാ തന്നേ? സത്യം പറ, തന്നെ അങ്ങനെ കിട്ടിയെന്നെ? നീ പറ, ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത് പറ. ആ സത്യം തെളിവ്. പൊന്നിച്ചേച്ചിയുടെ വീട്ടിലാണ് സാധനം കെട്ടിയിരിക്കുന്നത്. ഇത് പൊന്നിച്ചേച്ചിയുടെ വീട് കാണിച്ചാ ഈ കാണുന്നത് പൊന്നിച്ചേച്ചിയുടെ വീട്. പൊന്നിച്ചേച്ചിയുടെ വീട്ടിന്റെ അവിടെ നിന്ന് കിടന്ന് കിട്ടിയല്ലേ. രണ്ടു തവണ വെച്ച് അവള് സത്യം പറയും. ആ ആ എനിക്ക് അടുത്ത വ്ലോഗ് എടുക്കണം. ആ കൊള്ളാം കൊള്ളാം, വെച്ചിരിക്കും. നമുക്ക് അടുത്ത വീട് എത്തുമ്പോ എടുക്കാം. നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, കുഴപ്പമില്ല, വരണ്ട. നിങ്ങൾക്ക് ഈ വ്ളോഗ് സൂപ്പർ ബോറായിട്ട് തോന്നൂല എന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് ഇതൊക്കെ എൻ്റെ വീട്ടിലെ നാച്ചുറൽ അവസ്ഥകളാണ്.
ഇത് കണ്ടോ guys? ഇത് എൻ്റെ വീട്ടിലെ ഒരു TV സ്റ്റാൻഡായിരുന്നു. പക്ഷെ എന്ത് കാര്യം, അതിപ്പം മടൽ സ്റ്റാൻഡായി ഇരിക്കുകയാണ്. അവർ സൈഡിൽ ഇപ്പം ചെരുപ്പൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡായി. എൻ്റെ ഒരു TV സ്റ്റാൻഡ് TVയും പോയി, സ്റ്റാൻഡും പോയി, അതിൻ്റെ പാരും പോയി. ഇപ്പൊ തുടക്കാണ് വെച്ചിരിക്കുകയാണ് അവിടെ. ഇതൊരു ജാമ്പയ്ക്ക മരമായിരുന്നു. ഇത് വലിയൊരു ജാമ്പയ്ക്ക മരമായിരുന്നു. അത്യാവശ്യം നല്ല പൊക്കമുണ്ടായിരുന്നു. ഈ പൊക്കത്തെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് കാര്യം, വീട്ടുകാർ പറഞ്ഞ് ഇത് ഇത്ര വളർന്നു കഴിയുമ്പോൾ പിള്ളേർ ഇതിൻ്റെ മണ്ടയിൽ കയറി പറിക്കും. ഈ വീട്ടിൻ്റെ മണ്ടയിൽ കയറി ഇത് പറിക്കുമ്പോൾ തെന്നിയടിച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപകടമാണ് വീട്ടുകാർ ഇത് മുറിച്ചപ്പോൾ കുറേ ഒഴിവാക്കിയത്. ഇപ്പം തന്നെ ഇവളെ കഴപ്പ് കണ്ട. ഇതാണ് അവസ്ഥ വീട്ടിൽ. സോ അതുകൊണ്ട് തന്നെ മുറിച്ചത് വളരെ നല്ല കാര്യം മുറിച്ചത്. ഇനി പല്ല് കഴിക്കണമൊക്കെ ഉണ്ട്. പല്ല് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബോറിങ് ആയിരിക്കും. സോ ഞാൻ വിചാരിക്കുന്നത് അത് വേണ്ട. വീട്ടുകാരെ സഹായിക്കാനായിട്ട് ഞാൻ പാചകക്കളത്തിലോട്ട് ഇറങ്ങുകയാണ്. കമ്പനി എക്സ്പെൻസ് എന്തൊരു കാപ്പി പുട്ടും പഴവും. അപ്പൊ ഈ കുക്കർ കാണിച്ചതിന് കൊതിപ്പിക്കാനാണോ? കിഴങ്ങാണ് ഇത് വെച്ചിരിക്കുന്നത്, കുക്കർ വെച്ചാണ്. അപ്പൊ ഇന്നത്തെ ആഹാരം എന്ന് പറയുന്നത് പുട്ടായിരിക്കും. പുട്ടാണ് ഇന്നത്തെ ആഹാരം. ഇനി എൻ്റെ പുട്ട് കഴിച്ച് ഞാൻ നേരെ കടയിലോട്ട് പോകും. വേറെ പ്രത്യേകിച്ച് ഇന്നത്തെ രാവിലെ മോർണിംഗ് വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ നോർമൽ ഹൗസ് ആയതുകൊണ്ട് ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഒരു സംഭവമില്ല. ഇത് തേങ്ങ തിരികെയാണ്. ഇനി ഞാൻ കടയിലോട്ട് പോകുന്ന വ്ളോഗൊക്കെ നെക്സ്റ്റ് ടൈം ഇടുന്നതാണ്. ഇനി കുറച്ച് അതിഗംഭീരമായിട്ട് അടുത്തൊരു വ്ളോഗ് ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ, ഗുഡ് ബൈ.